പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ പറയുന്നത് ക്ഷേത്ര ആകൃതികളെക്കുറിച്ചാണ്. നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നത് 8 വിധത്തിലുള്ള ക്ഷേത്ര ആകൃതികളാണ്. അതിൽ ആദ്യമേ പറയുന്നത് ചതുരാകൃതിയാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലുള്ള ചതുരാകൃതിയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ദീർഘചതുരം. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുമ്പോഴത്തേക്കിന് അതിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദീർഘചതുരം രണ്ടാമത്തത്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ദീർഘവൃത്തമാണ്. ഒരു വശം 2 വശങ്ങളും വൃത്തത്തിലുള്ള ദീർഘവൃത്തം മൂന്നാമത്തേത്. നാലാമത്തേതെന്ന് പറയുന്നത് ഗജപൃഷ്ഠമാണ്. ആ വാക്കിനകത്ത് തന്നെ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. നാലാമത്തേത് ഒരു വശം ചതുരാകൃതിയിലുള്ള ഒരു ഷേപ്പും മറുവശം ഗജത്തിൻ്റെ പൃഷ്ഠം പോലുള്ള ആകൃതി ആണ് ഇതിനുള്ളത്. അതുകൊണ്ടാണ് അതിനെ ഗജപൃഷ്ഠം എന്ന് പറയുന്നത്. അഞ്ചാമതായിട്ട് വരുന്നത് വൃത്താകൃതിയാണ്. വൃത്താകൃതിയിൽ മഹാക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ട്. വൃത്താകൃതിയിൽ പണിതിട്ടുള്ള മഹാക്ഷേത്രങ്ങൾ നിരവധിയാണ്. അഞ്ചാമത്തത് ഞാൻ പറയുന്നത് വൃത്താകൃതിയാണ്. 6 എന്ന് പറയുന്നത് 6 കോണുകളോട് കൂടിയ ക്ഷേത്ര മാതൃകയാണ്. 6 ഷഡ്കോണുകൾ, 6 കോണുകളോട് കൂടിയ മാതൃകയിലുള്ള ആകൃതിയിലുള്ള ക്ഷേത്രങ്ങൾ. ഇത് വളരെ അപൂർവമായിട്ടേ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നുള്ളൂ. ഏഴാമതെന്ന് പറയുന്നത് 8 കോണുകളോട് കൂടിയ നിർമ്മിതിയാണ്, ക്ഷേത്ര ആകൃതിയാണ്. 8 കോണുകൾ. ഈ കോണുകളുടെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ, ഈ വശങ്ങളുടെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വശങ്ങളിലും തുല്യമായിരിക്കും. 8 വശങ്ങളുടെയും അളവെന്ന് പറയുന്നത് തുല്യമായിരിക്കും. ഞാൻ ഈ കാണാം, ഈ 1 2 3 4 5 6 7 8 ഈ 8 വശങ്ങളും തുല്യമായി വരുന്ന 8 കോണുകളോട് കൂടിയ ക്ഷേത്ര മാതൃകയിലും നമ്മുടെ കേരളത്തിൽ കാണുവാൻ കഴിയും. അടുത്തതെന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ മുല്ലപ്പൂ പന്തൽ മാതൃകയിലുള്ള ക്ഷേത്ര ആകൃതിയാണ് എട്ടാമത്തേത്. അങ്ങനെ നമുക്ക് പ്രധാനമായും ഞാൻ പറഞ്ഞതുപോലെ 1 ചതുരം, 2 ദീർഘചതുരം, 3 ദീർഘവൃത്തം, 4 ഗജപൃഷ്ഠം, 5 വൃത്തം, 6 ഷഡ്കോണ്, 6 കോണുകളോട് കൂടിയ ക്ഷേത്ര ആകൃതി. എട്ടാമത്തേതെന്ന് പറയുന്നത് 8 കോണുകളോട് കൂടിയ ക്ഷേത്ര ആകൃതി. ലാസ്റ്റ് വരുന്നത് മുല്ലപ്പൂ പന്തൽ എട്ടാമത്തേത്. അങ്ങനെ 8 വിധ ആകൃതികളാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.